നമസ്കാരം, എൻ്റെ പേര് ഷബാനു. ഞാൻ HIOHSS ഒളവട്ടൂർ സ്കൂളിൽ 10th പഠിക്കുന്നു. ഞാൻ ഒരു നാഷണൽ ലെവൽ റെസ്ലർ എന്നൊരു ഇതിലാണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ഞാൻ സ്റ്റേറ്റ് ലെവൽ ഫ്രീ സ്റ്റൈൽ റെസ്ലിങ്ങിൽ ഫസ്റ്റ് കരസ്ഥമാക്കിയതിന് ശേഷം ഹരിയാനയിൽ നടന്ന റെസ്ലിംഗ് ഗെയിംസ് നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കുകയും അതിൽ 5ാം സ്ഥാനം നേടുകയും ചെയ്തു. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചത് FMHSS കൂമ്പാറ എന്ന് പറഞ്ഞ കാലിക്കട്ട് സ്കൂളിലായിരുന്നു. അവിടെ ഹോസ്റ്റലിലായിരുന്നു നിന്നിരുന്നത്. ഹോസ്റ്റലിൽ ഒരു മർക്കസിലായിരുന്നു. അതിനുശേഷമാണ് 2018 9th സ്റ്റാൻഡേർഡിലേക്ക് ഞാൻ HIOHSസിലേക്ക് വരുന്നത്. അവിടെ ഞാൻ ആദ്യം ഒരു ജൂഡോ പ്ലെയർ ആയിട്ടായിരുന്നു. ജൂഡോ സ്റ്റേറ്റ് ലെവൽ വരെ പങ്കെടുത്തിട്ടുണ്ട്, അവിടെ പ്ലേസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ റെസ്ലിങ്ങിലേക്ക് വരുന്നത്. റെസ്ലിങ്ങിനോടുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഞാൻ പിന്നെ റെസ്ലിംഗ് എടുക്കുകയും അതിൻ്റെ കോച്ചിങ് ഒരു 2 ദിവസത്തെ കോച്ചിങ് വെച്ചിട്ട് സബ് ജില്ലയും ജില്ലയും സ്റ്റേറ്റും എല്ലാം മത്സരിച്ച് അതിന് ശേഷമാണ് ഞാൻ നാഷണലിലെത്തിയത്. എൻ്റെ ഉപ്പ മൂസ വെട്ടുകാട്. അപ്പം എൻ്റെ ഉപ്പ റിയൽ എസ്റ്റേറ്റ് സംബന്ധിച്ചൊരു ചെറിയ ബിസിനസ്സായിട്ട് പോകുന്നു. പിന്നെ എൻ്റെ ഉമ്മ റജീന, അവർ TTC കോച്ചിങ് കൊടുക്കുന്ന ഒരു ടീച്ചറാണ്. അവർ രണ്ടുപേരുമാണ് എന്നെ റെസ്ലിങ്ങിലേക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഈ ഗെയിംസിലേക്കും മാർഷൽ ആർട്സിലേക്ക് തന്നെ ഞാൻ എത്താൻ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഉമ്മയും ഉപ്പയാണ്. അതുപോലെ തന്നെ എൻ്റെ കോച്ച് ഷിഹാൻ സിദ്ദീഖ് അലി സർ, ഊർക്കടവ് തൈക്കാൻഡോ, കരാട്ടെ, ജൂഡോ എല്ലാം ട്രെയിൻ ചെയ്യുന്നൊരു സാറാണ്. സാറിൻ്റെ കീഴിലാണ് ഞാൻ പഠിച്ചത്. സാർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ ഫ്രണ്ട്സ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും റെസ്ലിങ്ങിലെത്തില്ല. കാരണം അവരെല്ലാം കഴിഞ്ഞ വർഷം മുതലേ റെസ്ലിംഗ് കണ്ടിന്യൂ ചെയ്യുന്നവരായിരുന്നു. അവരുടെ നിർബന്ധം കാരണം മാത്രമാണ് ഞാൻ മാർഷൽ ആർട്സിലെത്തിയത്. ആ മാർഷൽ ആർട്സിലെത്തിയതിന് ശേഷമാണ് എനിക്കതിനോട് താല്പര്യം തോന്നിയതും ഞാനത് കണ്ടിന്യൂ ചെയ്തതും. അപ്പോൾ ഈ 3 പേരുടെ സാന്നിധ്യം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത്രയും വലിയൊരു നിലയിലെത്തിയത്. അതുപോലെ തന്നെ ഞങ്ങളെ സ്കൂളിലെ PT സർ ഗഫൂർ സർ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാറാണ് ഞങ്ങളുടെ സ്കൂളിലെ മാർഷൽ ആർട്സും അതുപോലെ എല്ലാ സ്പോർട്സും കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ സ്കൂളിൽ സ്പോർട്സ് എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഉന്നത സ്ഥാനത്തെത്താൻ കഴിയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മത്സരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ്റെ മത്സരാർത്ഥിയുടെ ഒപ്പോണൻറ്റ് നമ്മളെക്കാളും കരുത്തനാണെന്നൊരു ബോധ്യം ഉണ്ടാകണം. എന്നാലാണ് ഒപ്പോണൻറ്റിനേക്കാളും ശക്തിയിൽ നമുക്ക് മത്സരത്തിലേക്ക് ഇറങ്ങാൻ പറ്റുക. എന്ന് കരുതി ഒപ്പോണൻ്റ് എത്ര വലിയ ആളായാലും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു കറേജ് അത് വിടാനും പാടില്ല. നല്ല കോൺഫിഡൻസോട് കൂടി ഇറങ്ങണം. നമ്മൾ ബൗട്ടിൽ ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ വിജയം മാത്രമായിരിക്കണം. ഒപ്പോണൻ്റ് ചെയ്യുന്ന ടെക്നിക്സിനേക്കാളും നമ്മളതായിരിക്കണം. എനിക്ക് എൻ്റെ കോച്ച് പറഞ്ഞു തന്നത് 1000 വിദ്യകൾ പഠിച്ച ഒരാളെക്കാളും നമ്മൾ പേടിക്കേണ്ടത് ഒരു വിദ്യ വീണ്ടും 1000 തവണ പഠിച്ച ഒരാളെയാണെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടെക്നിക്സ് എടുത്ത് ഇറങ്ങരുത്. ഒരു ടെക്നിക്ക് നമ്മൾ കാണാതെ അത് ഒരു അച്ചട്ടാക്കിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് വിൻ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇതുവരെ നേടിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളതും അഭിമാനമായിട്ട് തോന്നിയതും ഞാൻ ഫസ്റ്റ് ടൈം ജൂഡോ ജില്ലാ ബേസ് വിൻ ചെയ്തപ്പോഴാണ്. അതിൽ ഗോൾഡ് മെഡൽ അടിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് അപ്പോഴാണ്. കാരണം ഞാൻ മാർഷൽ ആർട്സിൽ ഇറങ്ങിയതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ അംഗീകാരം അതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തതിൻ്റെ ഒരു നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നതും അതാണ്. റെസ്ലിംഗ് എൻ്റെ പാഷനാണ്. പക്ഷേ എൻ്റെ അംബീഷൻ ഒരു IPS ആകാനാണ്. എനിക്ക് എൻ്റെ ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം പിന്നെ കോളേജ് ലൈഫ് എല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സിവിൽ സർവീസ് എടുത്തൊരു IPS ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് എനിക്കൊരു റോൾ മോഡലായിട്ട് മാറിയത് സെഹ്ലു എന്ന് പറയുന്ന എൻ്റെ കോച്ച് തന്നെയാണ്. എൻ്റെ ഒരു ജൂനിയർ കോച്ചാണ്. എങ്ങനെയാണ് പഠിക്കുന്ന കാലത്ത് എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യണമെന്നും അതുപോലെ തന്നെ നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക് അതോടൊപ്പം തന്നെ എത്തണമെന്നും എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ സെഹ്ലു ആണ്. അപ്പോൾ അവർ പറയുന്നൊരു പോലെ എനിക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു നല്ലൊരു IPS ഓഫീസർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ 9th എത്തിയതിന് ശേഷമാണ് എന്നിൽ ഇങ്ങനെ ഒരു കഴിവുള്ള കാര്യം തിരിച്ചറിയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ ഇതുപോലെ അവസരങ്ങൾ കിട്ടാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്കെല്ലാവർക്കും മത്സരിക്കാനുള്ളൊരു അവസരം നമ്മൾ കണ്ടെത്തി കൊടുക്കുകയാണെങ്കിൽ ഇനി വരുന്ന ഒളിമ്പിക്സിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ നേടുന്നത് നമ്മുടെ ഇന്ത്യ ആയിരിക്കും. ഇനി വരുന്ന സ്പോർട്സിലായാലും മാർഷൽ ആർട്സിലായാലും ഇതിൽ വരുന്ന ആൾക്കാരായാലും അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ ആദ്യമായിട്ടുള്ള 2ാമത്തെ തവണ സ്റ്റേറ്റിൽ നാഷണൽസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റേറ്റിൽ പങ്കെടുത്തിരുന്നു റെസ്ലിങ്ങിന്. അന്ന് എനിക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബൗട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ തീരുമാനിച്ചിട്ടാണ് ഇറങ്ങിയത്, ഞാൻ എന്തായാലും തോൽക്കും, എനിക്ക് കിട്ടില്ല എന്ന്.
അതുകൊണ്ട് തന്നെ എൻ്റെ ഒപ്പോണൻസ്, എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ എൻ്റെ ഒപ്പോണൻസ് എന്നെക്കാളും വീക്കായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു വിശ്വാസം വെച്ച് ഇറങ്ങിയത് കൊണ്ടായിരിക്കാം ഞാൻ പഠിച്ചു വെച്ച ടെക്നിക്സ് ഒന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഞാൻ ഓൺലി ഡിഫെൻഡ് മാത്രമായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒപ്പോണൻറ്റിന് മാർക്ക് കൂടുകയും ജസ്റ്റ് ഞാൻ വീണ് കൊടുക്കാതെ തന്നെ ജയിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ തോന്നിയത് എൻ്റെ ഒരു കറേജ്, എൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ കുറവ് കൊണ്ടാണ് എനിക്ക് അവിടെ അങ്ങനെ ഒരു പതർച്ച സംഭവിച്ചത്. നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിലും നമുക്ക് സാധിക്കും എന്ന ഒരു കോൺഫിഡൻസോട് കൂടി ഇറങ്ങണം. നമ്മളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളെ ലൈഫിലുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് എന്ത് നേടണം അത് നേടിയിരിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ എന്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും അത് കിട്ടുമെന്ന് ഉറപ്പിക്കാം. പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും തീവ്രമായി ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ലോകം തന്നെ നമ്മുടെ കൂടെ നിൽക്കും. നിങ്ങൾ എന്തെങ്കിലും അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി തീവ്രമായി പരിശ്രമിക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും.